വർഷങ്ങളായിട്ടുള്ള ജോലിക്കാരുടെ അഴിമതിയെ സ്റ്റാലിന് മുൻപിൽ തുറന്ന് കാട്ടി അലീന. അങ്ങനെ പ്രിയ പ്രേക്ഷകരെ, പ്രിയ കൂട്ടുകാരെ, നമുക്ക് മഴ തോരും മുമ്പേൽ കാണാൻ കഴിയുന്നു പറഞ്ഞാൽ നമ്മുടെ അലീനയാണെങ്കിൽ കടയിൽ നിന്നും മേടിച്ച് കൊണ്ടുവരുന്ന സാധനങ്ങൾ പരിശോധിക്കാൻ തുടങ്ങുന്നത് കാണാം. ഇന്നത്തെ കഥയിൽ അവസാനം അവരാണെങ്കിൽ, അതായത് പൗലോസും ഡ്രൈവറും പിന്നെ കാര്യസ്ഥനായ ആൻ്റപ്പനും കൂടി എവിടേക്ക് പോകുന്നു? സാധനങ്ങൾ വാങ്ങുന്ന പലചരക്ക് കടയിലേക്കും പച്ചക്കറി വാങ്ങുന്ന മാർക്കറ്റിലേക്കുമൊക്കെ പോയി ഒരുപാട് സാധനങ്ങൾ വാങ്ങിച്ച് കൂട്ടുന്നത് കാണാൻ കഴിയുന്നുണ്ട്. ഇതേ സമയം നമ്മുടെ ഡ്രൈവർ ആൻ്റപ്പനും പറയുന്നുണ്ട്, എടാ പൗലോസേ, നീയൊന്ന് ശ്രദ്ധിച്ചോട്ടോ, നിൻ്റെ നേരെയാണ് ആ പെണ്ണിന് ഇത്തിരി ഇതുള്ളത് എന്ന് പറയുന്നു. എന്തായാലും വലിയൊരു പണി വരാനായിട്ട് പോകുന്നുണ്ടെന്ന് പറയുന്നു. എല്ലാവരും ഒന്ന് ശ്രദ്ധിക്കുന്നത് വളരെ നല്ലതായിരിക്കും എന്ന് പറയുന്നത് കാണാൻ കഴിയുന്നുണ്ട്, സാധിക്കുന്നുണ്ട്. അതായത് ആ പെൺകുട്ടിക്ക് എന്തോ ഒരു പവറുണ്ട് എന്ന് പറയുന്നു. ആ പെൺകുട്ടി വിചാരിച്ചത് കൊണ്ട് തന്നെയാണ് കേണൽ സാബ് നിന്നോട് അങ്ങനെ പറഞ്ഞത്. ഇതുവരെയും കേണൽ സാബ് ആരുടെ മുൻപിലും തോറ്റിട്ടില്ല. ആ പെണ്ണിൻ്റെ മുൻപിൽ, ആളുടെ മകളുടെ മുൻപിൽ കേണൽ സാബ് മുട്ടുമടക്കിയിരിക്കുകയാണ്. സ്വന്തം അപ്പം പറഞ്ഞിട്ട് പോലും കേൾക്കാത്ത കേണൽ സാബ് ഇത് ആ പെൺകുട്ടിയുടെ മുൻപിൽ മുട്ടുമടക്കണമെങ്കിൽ ഞാൻ പറയാതെ തന്നെ നിനക്ക് മനസ്സിലായില്ലോടാ പൗലോസേ, അത്രയും എന്തോ ശക്തിയുണ്ട് ആ പെൺകുട്ടിയുടെ വാക്കുകൾക്ക്, പ്രവൃത്തികൾക്ക് എന്ന് പറയുന്നു. മര്യാദയ്ക്ക് പോയാൽ നിനക്ക് കൊള്ളാം, അല്ലെങ്കിൽ ജോലി തെറിക്കുന്നത് എപ്പോഴാണെന്ന് പറയാനായിട്ട് കഴിയില്ല എന്ന് പറയുന്നതാണ് കാണാൻ കഴിയുക, സാധിക്കുക. ഒന്ന് പോ എൻ്റെ ചേട്ടാ. അതെ, അവരുടെ എന്തൊക്കെയോ മന്ത്രവും മായയുമാണ് ആ പെണ്ണിൻ്റെ. ആ പെണ്ണ് മന്ത്രവും മായയും പ്രയോഗിച്ച് തന്നെയാണ് കേണൽ സാബിനെയും മുട്ടുകുത്തിച്ചത് എന്ന് പറയുന്നത് കാണാൻ കഴിയുമ്പോൾ അതൊക്കെ നിങ്ങളുടെ തോന്നല വഴിയെ നിങ്ങൾക്ക് എല്ലാം മനസ്സിലായിക്കോളുമെന്ന് പറയുന്നത് കാണാൻ സാധിക്കും. മര്യാദയ്ക്ക് നിന്നാൽ എല്ലാവർക്കും നല്ലതാണ് എന്ന് പറയുന്നു. അങ്ങനെ മാർക്കറ്റിലൊക്കെ പോയി ഒരുപാട് സാധനങ്ങൾ വാങ്ങിക്കൊണ്ടുവരികയാണ് ഇവർ 3 പേരും എന്ന് കാണാം. പൊതുവെ ഒരുപാട് അഴിമതിയൊക്കെ ഇവർ ചെയ്യാറുണ്ട് എന്നും കാണാം. ആരും നോക്കാത്തതൊക്കെ കൊണ്ട് തന്നെ നമ്മുടെ കേണൽ സാബ് ശ്രദ്ധിക്കില്ല എന്ന് വിചാരിച്ചു കൊണ്ട് തന്നെയാണ് ഇവർ ഒരുപാട് പണം ചരക്ക് സാധനങ്ങളിലൂടെയും കൂടാതെ തന്നെയാണെങ്കിൽ ഒരുപാട് കള്ളത്തരത്തിലൂടെയും തട്ടിച്ചും വെട്ടിച്ചും ഉണ്ടാക്കിയിട്ടുണ്ട് എന്ന് കാണാം. ഈ പ്രാവശ്യവും അത് നടക്കുമെന്ന് വിചാരിച്ചുകൊണ്ട് തന്നെ ഒരുപാട് സാധനങ്ങൾ വാങ്ങിക്കുകയും തുടർന്നാണെങ്കിൽ ഇതിൻ്റെ കാശിൻ്റെ കണക്കും കാര്യങ്ങളൊക്കെ കള്ളത്തരം കാണിക്കുകയും ചെയ്യുകയാണ്. അവർക്കറിയുന്നില്ല അലീന അവിടെ കണക്ക് കൂട്ടാനായിട്ട്, സാധനങ്ങൾ നോക്കാനായിട്ട് നിൽക്കുമെന്ന്. ഇതേ സമയം അലീനയാണെങ്കിൽ കൊണ്ടുവരുന്ന സാധനങ്ങൾ എണ്ണി എണ്ണി നോക്കുകയാണ് എന്ന് കാണാൻ കഴിയുന്നുണ്ട്. തുടർന്ന് അതിലെ വിലയും ഒത്തു നോക്കുമ്പോൾ ഒരുപാട് വിലക്കയറ്റം. ഇതേ സമയം അത് തിരിച്ചറിയുന്ന അലീനയാണെങ്കിൽ നേരെ ചോദിക്കുകയാണ്, ഈ ലിസ്റ്റിലുള്ള വിലയും കാര്യങ്ങളൊന്നും അല്ലല്ലോ ഈ ബില്ലിലുള്ളത്, അതെന്താ അങ്ങനെ എന്ന് ചോദിക്കുന്നു. ഇതും കണക്ക് കൂട്ടിയിട്ട് അങ്ങോട്ട് ഒക്കുന്നില്ലല്ലോ എന്ന് പറയുന്നു. അപ്പോഴേക്കും വല്യപ്പച്ചൻ അവിടേക്ക് കടന്നു വരികയാണ്. എന്താ മോളെ, എന്താ കാര്യമെന്ന് ചോദിക്കുന്നു. ഇതേ സമയേ വല്യപ്പച്ച, ഞാൻ കണക്ക് കൂട്ടിയിട്ടും ഇതിലെ കണക്കും തമ്മിൽ അങ്ങോട്ട് ഒത്തുവരാത്ത മാതിരിയാണല്ലോ തോന്നുന്നത്. വല്യപ്പച്ചൻ ഒന്ന് നോക്കിക്കേ എന്ന് പറഞ്ഞ് കണക്കും കാര്യങ്ങളും ഒക്കെ അലീന കൃത്യമായി വായിക്കാനായിട്ട് തുടങ്ങുകയാണ്. ഇതേ സമയം കുട്ടിയാണെങ്കിൽ കൃത്യമായി കൂട്ടുകയും ചെയ്യുന്നുണ്ട് എന്ന് കാണാൻ സാധിക്കും. അതേലോ, ബില്ലിലെ എമൗണ്ടും ഈ എമൗണ്ടും തമ്മിൽ അങ്ങോട്ട് ചേരുന്നില്ലല്ലോ. സത്യം പറയുക ആൻ്റപ്പൻ ചേട്ടാ, സത്യം പറയുക പൗലോസ് ചേട്ടാ, എന്താ സംഭവിച്ചത്?
ഇതിലെന്താണ് പൗലോസേട്ടന് പറയാനുള്ളത് എന്ന് ചോദിക്കുന്നു. എന്തായാലും നിങ്ങൾ വാങ്ങുന്ന ആൾക്കാരല്ലേ, അപ്പോൾ അറിയാതിരിക്കില്ലല്ലോ എന്ന് പറയുമ്പോൾ അത് പിന്നെ അയാൾക്ക് തെറ്റിയതാണെന്നാണ് തോന്നണേ എന്ന് പറയുമ്പോൾ തെറ്റിയത് തന്നെയാണോ എന്ന് ചോദിക്കുന്നു. പല ബില്ലും ഞാൻ ശ്രദ്ധിച്ചിരുന്നു എന്ന് പറയുന്നു. അതിലെല്ലാത്തിലും ഇങ്ങനെ നല്ല രീതിയിൽ തെറ്റിയിട്ടുണ്ടല്ലോ എന്ന് ചോദിക്കുന്നു. അപ്പോൾ സ്ഥിരം തെറ്റുമോ അതോ വല്ലപ്പോഴുമാണോ തെറ്റുന്നത് എന്ന് ചോദിക്കുന്നത് കാണാൻ സാധിക്കുന്നുണ്ട്. മര്യാദയ്ക്ക് സത്യം പറഞ്ഞാൽ നമുക്ക് ഇത് ഇവിടെ കൊണ്ട് നിർത്താം. അല്ല, നിങ്ങൾ നുണ പറയാനാണ് ഭാവമെങ്കിൽ നമുക്കിപ്പോൾ ഈ സാധനങ്ങളൊക്കെ മേടിച്ച കടയിലേക്ക് തന്നെ പോകണം. എന്തായാലും കെയറ് എന്ന് പറയുന്നത് കാണാൻ കഴിയുന്നുണ്ട്. കൂടാതെ ആ സാധനങ്ങളും എടുത്തു വെച്ചോ. മേടിച്ച സാധനങ്ങളൊന്നുമേ നിങ്ങൾ പറഞ്ഞത്ര കിലോയും കാര്യങ്ങളൊന്നുമേ ഇതിലില്ലെന്നേ. കാശ് തട്ടാനുള്ള വഴിയാണെന്ന് എനിക്ക് തോന്നുന്നത്. അവർ ചിലപ്പോൾ നിങ്ങളെ പറ്റിച്ചതായിരിക്കും. എന്തായാലും അതും കയറ്റി വെച്ചേക്ക് എന്ന് പറയുന്നത് കാണാൻ കഴിയുന്നുണ്ട്, സാധിക്കുന്നുണ്ട്. ഇത് സമയം വണ്ടിയിലേക്ക് വല്യപ്പച്ചനും കയറാണ്. എന്തായാലും ഞാനും വരാം, എന്താ സംഭവം എന്നൊന്നും അറിയാലോ. അവൻ നമ്മളെ അപ്പോൾ ഇത്രയും നാളായിട്ട് പറ്റിക്കായിരുന്നല്ലേ, അങ്ങനെയാണെങ്കിൽ ആ കടക്കാരനിട്ട് 2 ചീത്ത പറയണമല്ലോ എന്ന് ചോദിച്ചുകൊണ്ട് തന്നെ വല്യപ്പച്ചനും അലീനയും കൂടാതെ തന്നെയാണെങ്കിൽ നമ്മുടെ പൗലോസും പിന്നെ ഡ്രൈവറും കൂടി യാത്ര തിരിക്കുകയാണ് എന്ന് കാണാനായിട്ട് കഴിയും. ഇറങ്ങുന്നതിന് മുമ്പും വണ്ടിയിലിരിക്കുന്നതിന് വരെയും നമ്മുടെ അലീന പറയുന്നുണ്ട്, നിങ്ങൾക്ക് എന്തെങ്കിലും പറയാനുണ്ടെങ്കിൽ ഇപ്പോൾ പറയണം. അവിടെ ചെന്ന് കഴിയുമ്പോൾ ഒടുവിൽ അവിടെ ചെന്ന് തലകുനിക്കേണ്ടി വരരുത് എന്ന് പറയുന്നത് കാണാൻ സാധിക്കുന്നുണ്ട്, കഴിയുന്നുണ്ട്. തുടർന്ന് ഗേറ്റ് കടക്കുന്നതിന് മുമ്പ് തന്നെ ഞങ്ങൾക്ക് തെറ്റ് പറ്റിയതാണെന്നും ഞങ്ങൾ മനഃപൂർവ്വം ചെയ്തതാണെന്നും പൗലോസ് സമ്മതിക്കുകയാണ്. ഇതേ സമയം എൻ്റെ പൗലോസേട്ടാ, നിങ്ങളാണ് ഇത് ചെയ്തതെന്ന് എനിക്ക് നല്ല രീതിയിൽ അറിയാം. നിങ്ങൾ ഇതിൽ നിന്നെടുത്ത പൈസ എവിടെ എന്ന് ചോദിക്കുമ്പോൾ പൈസ തിരികെ കൊടുക്കുകയാണ് എന്ന് കാണാൻ സാധിക്കുന്നുണ്ട്. എന്തിനു വേണ്ടിയാണ് ഈ കള്ളത്തരമൊക്കെ കാണിക്കുന്നത്, ആർക്ക് വേണ്ടിയാണ് എന്ന് അലീന ചോദിക്കുന്നത് കാണാൻ സാധിക്കുന്നുണ്ട്. കള്ളത്തരം കാണിക്കാതെ പപ്പ ഒരുപാട് പൈസ നിങ്ങൾക്ക് തരുന്നുണ്ടല്ലോ, പിന്നെ എന്തിനാണ് പണത്തോട് ഇത്ര ആർത്തി എന്ന് അലീന ചോദിക്കുന്നത് കാണാം. ഒടുവിൽ അവരെ കൊണ്ട് നമ്മുടെ സ്റ്റാലിൻ്റെ മുൻപിലേക്ക് പോവുകയും വർഷങ്ങളായിട്ടുള്ള ചതി വെളിപ്പെടുത്തുകയും ചെയ്യുന്നു. അപ്പോൾ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കല്ലേ കൂട്ടുകാരെ.